വിമത വൈദികരെ വിമർശിച്ച് മാർപ്പാപ്പ. കുർബാനയോട് കാണിക്കുന്ന അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ലെന്ന് മാർപ്പാപ്പ. അനുസരണം എന്നത് വൈദികരുടെ ഉത്തരവാദിത്തമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉപദേശം. സിറോ മലബാർ സഭ പെർമനന്റ് സെഡൻ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ കുർബാന തർക്കവും ചർച്ചയായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, കുർബാന തർക്കം മറ്റൊരു വഴിയിലേക്ക് പോകുന്നു, ഒരു നിർണായകമായ ഒരു ഗതിയിലേക്ക് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? പ്രത്യേകിച്ച് മാർപ്പാപ്പ തന്നെ നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഒരു വിമർശനം ഉന്നയിക്കുക, വിമത വൈദികരെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് ആ വിഷയത്തെ തന്നെ സ്വാധീനിക്കുക? അപർണ, സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം നേരത്തെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. ഈ വിമത വൈദികർക്ക് ഈ സിനഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള കുർബാന, ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സന്ദേശവും അതോടൊപ്പം തന്നെ ഇടലേഖനവും സർക്കുലറും പുറപ്പെടുവിച്ചതാണ്. പക്ഷെ ഇപ്പോഴും മാർപ്പാപ്പയും സഭയെയും ധിക്കരിച്ചുകൊണ്ട് വിമത വൈദികർ മുന്നോട്ട് പോകുന്നതിനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചിരിക്കുന്നത്. അതായത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അധ്യക്ഷനായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വത്തിക്കാൻ സന്ദർശനത്തിലാണ് മാർപ്പാപ്പയുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. മാർ റാഫേൽ തട്ടിലിന് കൂടാതെ സിറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡ് അംഗങ്ങളും ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ മധ്യയാണ് ഈ കുർബാനയോട് കാണിക്കുന്ന, ഈ വിമത വൈദികർ കാണിക്കുന്ന അനാദരവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂക്ഷമായി വിമർശിക്കുന്നത്. ഈ കുർബാനയോട് കാണിക്കുന്ന അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്ന് പോകുന്നതല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അനുസരണം എന്നത് വൈദികരുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഈ സഭയിൽ ഐക്യം നിലനിർത്തുക എന്ന ഒരു കടമ കൂടി വൈദികർക്കുണ്ട്. സഭയിൽ ഐക്യം നിലനിർത്താൻ ഒറ്റക്കെട്ടായും എല്ലാവരും പ്രവർത്തിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി സിറോ മലബാർ സഭയിൽ അതിരൂക്ഷമായിട്ടുള്ള ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ആഹ്വാനം, ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അതായത് ടോം, ഈ ഇടപെടൽ ഈ പ്രശ്നത്തിന് ഈ തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുകൂടി കണക്കാക്കാൻ കഴിയുമോ? ഏത് തരത്തിലാണ് ഈ വിമത വിഭാഗം, വൈദികരായാലും അതോടൊപ്പം തന്നെ അൽമായരായാലും ഈ വിഷയത്തിനകത്ത് സ്വീകരിക്കുന്ന നിലപാടിൽ അയവ് വരുത്തുക, അല്ലെങ്കിൽ ഇത് ഏകപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകുക, അതിനുള്ള സാധ്യതയുണ്ടോ വിഷയത്തിൽ? അപർണ, ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി, വത്തിക്കാന്റെ പ്രതിനിധിയായി ബിഷപ്പ് സിറിൽ വാസിലിനെ ഇവിടേക്ക് അയച്ചിരുന്നു. അദ്ദേഹം പല രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഈ വൈദികർക്ക് താക്കീത് നൽകിയതാണ്, അന്ത്യശാസ്ത്രം നൽകിയതാണ്. പക്ഷേ ഇവർ യാതൊരു നിലപാടിലും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിമത വൈദികർ നിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന തുടരുമെന്ന് അവർ പലതവണ ആവർത്തിച്ച് പറയുന്നു. അതിനിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം, അതായത് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന തൊട്ട് മുൻപ് വത്തിക്കാനിൽ കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വത്തിക്കാനിലെത്തിയിരുന്നു. ഈ വത്തിക്കാൻ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നാണ് ഈ വിമത വിഭാഗം പറയുന്നത്. അതായത് കുർബാന വിഷയത്തിൽ ഒരു സമാന്തരമായിട്ടുള്ള ചർച്ചകൾ വിമതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വത്തിക്കാൻ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയും സിറോ മലബാർ സഭയുടെ സിനഡും ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ, നിർദ്ദേശിച്ചാൽ, കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് അനുസരിക്കാൻ വൈദികർ ബാധ്യസ്ഥനാണ്. അതിനപ്പുറം ഇവർ ചെയ്യുന്നത്, ഈ വിമത വൈദികർ ചെയ്യുന്നത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അവർ ഈ സഭയ്ക്കകത്ത് ഐക്യം തകർക്കുന്ന രീതിയിൽ പ്രവർത്തനം ഉണ്ടാകുന്നതാണ് സഭാ നേതൃത്വത്തിന്റെയും വത്തിക്കാന്റെയും ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കും ഉണ്ടാകാൻ പോവുക? ഈ വൈദികർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇതിനു മുൻപ് പലപ്പോഴും അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. തങ്ങൾ എത്ര ശക്തമായ നടപടിയെടുത്താലും വിമത വൈദികർ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തർക്കം ഒഴിവാക്കാൻ ഒരു ഐക്യത്തിന്റെ ഒരു സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നത്. പക്ഷേ രണ്ട് വിഭാഗവും, അതായത് വിമത വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഈ സിനഡ് തീരുമാനം നടപ്പാക്കിയേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയാണ് സഭാ നേതൃത്വവും ഉള്ളത്. അപർണ. റൈറ്റ്, ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകി.